CPIM സംസ്ഥാന കമ്മിറ്റിയുടെ പുതിയ ആസ്ഥാന മന്ദിരം തിരുവനന്തപുരത്ത് ഉദ്ഘാടനത്തിന് ഒരുങ്ങുന്നു. നാളെ മുഖ്യമന്ത്രിയും പൊളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയനാണ് പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്നത്. ശ്രീജിത്താണ് പുതിയ AKG സെന്ററിന്റെ വിശേഷങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ശ്രീജിത്ത്, അങ്ങനെ 9 നിലകളായാണ് പുതിയ കെട്ടിടം ഒരുങ്ങുന്നത്. നാളെ ഉദ്ഘാടനത്തിനായുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ? എന്താണ് പുതിയ കെട്ടിടത്തിന്റെ സവിശേഷതകൾ? സിനിത, നാളെ വൈകുന്നേരം 5 മണിക്കാണ് CPIMന്റെ പൊളിറ്റ് ബ്യൂറോ അംഗവും കേരള മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ AKG സെന്റർ എന്ന പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. CPIMന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ഓഫീസ് ഇതുവരെ പ്രവർത്തിച്ചിരുന്നത് ഈ തൊട്ടടുത്തുള്ള AKG പഠന ഗവേഷണ കേന്ദ്രത്തിലായിരുന്നു. സംസ്ഥാന കമ്മിറ്റിക്ക് സ്വന്തമായ ഒരു ഓഫീസ് എന്ന സ്വപ്നമാണ് CPIM നേതൃത്വം ഇവിടെ സാക്ഷാത്കരിക്കുന്നത്. നേരത്തെ വാങ്ങിയ 31 സെന്റിലാണ് 9 നിലകളായിട്ടുള്ള വിപുലമായ ഒരു വലിയ സൗകര്യങ്ങളോടുള്ള ഒരു കെട്ടിടമാകുന്നത്. ഇവിടെ AKGയുടെ നാമധേയത്തിലുള്ള ഒരു കെട്ടിടമായതുകൊണ്ട് തന്നെ AKGയുടെ പ്രതിമ ഈ തൊട്ട് മുന്നിൽ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. നാളെ മുഖ്യമന്ത്രി ഈ ഉദ്ഘാടന ചടങ്ങിനൊപ്പം ഈ പ്രതിമയും അനാച്ഛാദനം ചെയ്യും. അതിനുശേഷം നമുക്ക് ഈ പ്രധാനപ്പെട്ട കെട്ടിടത്തിലേക്ക് കടന്നാൽ മൊത്തം 9 നിലകളുള്ള ഒരു കെട്ടിടമാണ് ഈ CPIMന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിനായി ക്രമീകരിച്ചിരിക്കുന്നത്. ഈ 9 നിലകളിൽ 2 നിലകൾ സെല്ലാർ പാർക്കിങ്ങിലാണ്. 2 നിലകളിൽ പാർക്കിങ്ങിനുള്ള വിപുലമായ സൗകര്യമാണുള്ളത്. ബാക്കിയുള്ള ഈ കയറി വരുന്ന ഈ ഏരിയ ഇവിടെ വരുന്ന AK സെൻറ്റർ സന്ദർശിക്കാനെത്തുന്ന പാർട്ടി പ്രവർത്തകർക്കും നേതാക്കൾക്കും മറ്റും ഇരിക്കാനും പത്രങ്ങൾ വായിക്കാനും ഒക്കെയുള്ള ക്രമീകരണങ്ങളാണ് ഈ താഴത്തെ നിലയിൽ ഒരുക്കിയിട്ടുള്ളത്. 1-ാം നിലയിലേക്ക് കടന്നാൽ അവിടെയാണ് മാധ്യമപ്രവർത്തകരെ കാണുന്നതിനും മറ്റുമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ള. അവിടെ വിപുലമായൊരു മീഡിയ ഹാൾ ഉണ്ട്. 4K പ്രൊജക്ഷനുള്ള മോണിറ്റർ അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും കൂടിയുള്ള ഒരു വിപുലമായ സംവിധാനമാണ് ഈ മീഡിയ ഹാളിൽ ഒരുക്കിയിട്ടുള്ളത്. മീഡിയ ഹാൾ എന്ന് പറഞ്ഞാൽ നേരത്തെ AK സെൻറ്ററിൽ മീഡിയയെ കാണുന്നതിനായി പ്രത്യേക സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പ്രത്യേക ഹാൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇത്രയും വിപുലമായൊരു സൗകര്യം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഈ ഹാളിലേക്ക് വന്നാൽ ഇവിടെയാണ് ഇനി മുതൽ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മറ്റു നേതാക്കളും മാധ്യമങ്ങളെ കാണാൻ പോകുന്നത്. ഈ മോണിറ്ററിൻ്റെ പശ്ചാത്തലത്തിൽ ഇരുന്നുകൊണ്ടായിരിക്കും ഇനി CPIM നേതാക്കൾ ഇവരോട് മാധ്യമപ്രവർത്തകരോട് സംവദിക്കുന്നത്. ഒപ്പം തന്നെ LDFിൻ്റെയും മറ്റു വാർത്താസമ്മേളനങ്ങളും LDFിൻ്റെ യോഗങ്ങളും മറ്റും കൂടാനുള്ള പ്രത്യേക ഹാളുകൾ, CPIMന്റെ സംസ്ഥാന കമ്മിറ്റി ചേരാനുള്ള പ്രത്യേക ഓഡിറ്റോറിയം, അതോടൊപ്പം തന്നെ PB അംഗങ്ങൾക്കും CPIMന്റെ സംസ്ഥാന സെക്രട്ടറി അംഗങ്ങൾക്കുമുള്ള പ്രത്യേക ഓഫീസ് മുറികൾ, സംസ്ഥാന സെക്രട്ടറിക്കുള്ള ഓഫീസ് മുറികൾ, ഈ നേതാക്കന്മാർക്ക് താമസിക്കാനുള്ള മുറികളടക്കമുണ്ട്. 2-ാം നിലയിലാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ ഓഫീസും പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ ഓഫീസും പ്രവർത്തിക്കുക. 3-ാം നിലയിൽ PB അംഗങ്ങൾക്കും സംസ്ഥാന സെക്രട്ടറി അംഗങ്ങൾക്കുമുള്ള മുറികളാണ് ഉള്ളത്. PB അംഗങ്ങളുടെയും സെക്രട്ടറിയുടെയും മുറി ശീതീകരിച്ച മുറികളാണ്. മറ്റ് സെക്രട്ടറി അംഗങ്ങൾക്കുള്ള മുറികൾ സാധാരണ ഫാൻ സൗകര്യങ്ങൾ മാത്രമേ ഉള്ളൂ. 5 നില വരെ ഇത്തരത്തിൽ ഓഫീസ് കെട്ടിടങ്ങളും താമസ സൗകര്യത്തിൻ്റെ കെട്ടിടങ്ങളുമാണ്. അതിന് മുകളിലേക്കുള്ള നിലകളിലാണ് മറ്റ് ഓഡിറ്റോറിയം മറ്റും ക്രമീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ 5 നില പൂർണ്ണമായും പ്രവർത്തന സജ്ജമായി നാളെ ഉദ്ഘാടനത്തിന് ഒരുങ്ങിയിരിക്കുകയാണ്. എന്തായാലും ഏറ്റവും വിപുലമായ സൗകര്യങ്ങളോടുകൂടി, ഏറ്റവും ആധുനികമായ സൗകര്യങ്ങളോടെയുള്ള ഒരു സംവിധാനമാണ് CPIMന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിനായി ഇപ്പോൾ ഒരുങ്ങുന്നത്. നാളെ വൈകുന്നേരം 5 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഒപ്പം തന്നെ CPIMന്റെ ജനറൽ സെക്രട്ടറി MA ബേബി, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളും പങ്കെടുക്കും. ശരി, അങ്ങനെ പുതിയ AKG സെന്ററിൽ നിന്നുള്ള വിശദാംശങ്ങളാണ് ശ്രീജിത്ത് നൽകിയത്. 9 നിലകളായി 31 സെന്റിലാണ് ഈ കെട്ടിടം ഒരുങ്ങുന്നത്. എല്ലാത്തിനും അതിൻ്റെതായ റൂമുകളും മീഡിയയ്ക്കുള്ള റൂമുകളും അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും.